കൊള്ളക്കാരൻ ആക്രമിക്കപ്പെട്ട് വഴിയിൽ രക്തമൊലിപ്പിച്ച് മരണ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിലൂടെ ഒരുപാട് പേർ കടന്നു പോവുകയുണ്ടായി. സമൂഹത്തിൽ സമ്പന്നരായ ആളുകൾ, ജാതിപരമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾ. പക്ഷെ അവരാരും അമൃതപ്രായമായിട്ടുള്ള വഴിപോക്കരെ രക്തത്തിൽ പിടഞ്ഞു കിടക്കുന്ന ആ മനുഷ്യനെ സഹായിക്കാൻ തയ്യാറായില്ല. അന്ന് സമൂഹത്തിൽ താഴെക്കിടയിലായിരുന്നു എന്ന് കരുതിയിരുന്ന സമരിയാക്കാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് വഴിപോക്കനായിട്ടുള്ള മൃതപ്രായനായിട്ടുള്ള രക്തം മാർന്നൊലിച്ചു കിടക്കുന്ന ആ സംഭവത്തെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ഇതാണ് യഥാർത്ഥ അയൽക്കാരൻ. ഒരു കഷ്ടപ്പെടുന്നവൻ, രോഗി, ദുഃഖിതൻ, അവനൊക്കെ കിടക്കുമ്പോൾ കാണാതെ പോകുന്നവരല്ല നല്ല അയൽക്കാരൻ. അവനെ സ്പർശിച്ച് ഒന്ന് ആശ്വസിപ്പിച്ച് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക, അതാണ് യഥാർത്ഥ അയൽക്കാരൻ. ഇങ്ങനെയാണ് യേശു ക്രിസ്തു പലതും നമ്മളോട് പഠിപ്പിച്ചത്. അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. എല്ലാവരിലും ദൈവികത കാണാൻ കഴിയുക, തന്നിൽ തന്നെ ദൈവികത കാണാൻ കഴിയുക, മറ്റുള്ളവരുടെ ദൈവികത കാണാൻ കഴിയുക. ഓരോ ആളിലും ദൈവത്തിൻ്റെ ഒരു വലിയ ഒന്നുണ്ട്, ദൈവികതയുണ്ട്, അത് കാണാനേ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ ഒരിക്കൽ വിവരിക്കുകയുണ്ടായി, ഞാൻ നിന്റെ അടുത്ത് വന്നു പോകും, നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല. ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോൾ നീ എനിക്ക് വസ്ത്രം നൽകിയില്ല. ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോൾ നീ എന്നെ പരിപാലിച്ചില്ല. ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോൾ എന്നെ നീ യാതൊരു തരത്തിലുള്ള സാന്ത്വന വാക്കുകളും പറഞ്ഞ് സമാധാനിപ്പിച്ചില്ല. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നപ്പോഴും എന്നെ നിങ്ങൾ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നപ്പോഴും നീ എനിക്ക് മരുന്ന് നൽകുകയോ എന്നെ സഹായിക്കുകയോ ചെയ്തില്ല. അപ്പോ കേട്ടു നിന്നവർ ചോദിച്ചു, നീ അങ്ങനെയൊന്നും എൻ്റെ അടുക്കൽ വന്നിട്ടില്ലല്ലോ യേശുനാഥ. അപ്പോൾ യേശുനാഥൻ പറഞ്ഞത്, നിങ്ങളുടെ മുന്നിൽ വന്ന രോഗിയും, നിങ്ങളുടെ മുന്നിൽ വന്ന വസ്ത്രമില്ലാതിരുന്നവനും, നിന്റെ മുന്നിൽ വന്ന ദാഹിച്ചവനും, നിന്റെ മുന്നിൽ വന്ന വിശന്നവനും, അതൊക്കെ ഞാൻ തന്നെയായിരുന്നു. അവരെയൊക്കെ നീ സഹായിക്കാതിരുന്നപ്പോൾ എന്നെ തന്നെയാണ് ഞാൻ സഹായിക്കാതിരുന്നത്. അതുകൊണ്ട് അങ്ങനെ സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് സ്വർഗരാജ്യം ഉണ്ട്. എന്നെ നോക്കാത്തവർ, അതായത് നിങ്ങളുടെ മുന്നിൽ വരുന്ന കഷ്ടപ്പെടുന്നവർ നോക്കാത്ത ആളുകൾ, അവർക്ക് സ്വർഗരാജ്യം അവകാശമില്ല. ഏറ്റവും വലിയ സന്ദേശമല്ലേ അത്? ഓരോ വ്യക്തിയും ദൈവതുല്യരാണ്, അല്ലെങ്കിൽ ദൈവം തന്നെയാണ് നിന്റെ മുന്നിലേക്ക് വരുന്നത്. രോഗിയായി, കഷ്ടപ്പെടുന്നവനായി, വസ്ത്രമില്ലാത്തവനായി, വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി വരുന്നത് ഒക്കെ തന്നെ ദൈവമാണ്. അങ്ങനെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുവാനും സഹായിക്കുവാനും പറ്റുന്ന ആളുകളാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ഇതിനേക്കാൾ വലിയ പുറത്ത് സന്ദേശമുണ്ടോ യേശു നമുക്ക് നൽകാൻ? അങ്ങനെ എത്രയോ കാര്യങ്ങൾ. ഒരു നേതാവാകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളൊരു ദാസനാകാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം, ആരെയും വെറുക്കാൻ പാടില്ല. ഇത്രയും മഹത്തരമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകിയിട്ടുള്ള യേശുനാഥന്റെ ജനനമാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിൽ ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് ആഘോഷങ്ങൾ നടക്കുകയാണ്. എല്ലാവരും സന്തോഷിക്കുകയാണ്. നമുക്ക് കുറേയൊക്കെ സന്തോഷിക്കട്ടെ, നമ്മളിങ്ങനെ വല്ലാതെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ദിനം നമ്മൾ സന്തോഷിക്കണം. എന്തായാലും പ്രിയപ്പെട്ട ശ്രീയോക്കി ആളുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ വിട്ടുപോകാതെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വലിയ സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാഗി, മിനി ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷൈനി, അജിത, തുഷാര, സംഗീത ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. പിന്നെ ഷേർലിയുണ്ട്, വിനിയുണ്ട്. അങ്ങനെ എല്ലാവരും ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആഘോഷമൊന്നുമല്ല, ചെറിയൊരു ആഘോഷമാണ്. എങ്കിലും അതിനൊക്കെ വേണമല്ലോ ഒരു തയ്യാറെടുപ്പ്. അതൊക്കെ ചെയ്തു. പ്രിയപ്പെട്ട മുജീബിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കൃത്യമാക്കിയിട്ടുണ്ട്. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ, നടത്തി ഞാൻ ഇതൊക്കെ തന്നെയാണ് നടത്തിയത്. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കാര്യം നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞതിൽ. അതോടൊപ്പം തന്നെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സഹോദരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് സഹോദരന്മാരുമായി.